എത്താം. ജോർജ് ജോസഫ്, ഇവിടെ ഇന്നലെ 10 മണിക്ക് ഞാൻ ബ്രേക്കിംഗ് വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്നു. വന്ന വാർത്തയാണ്. 10 മണിക്കുണ്ടായ കൊലപാതകമാണ്. നേരം പൂർത്തിയായത് ആ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവാൻ പോകുന്നു. ഇപ്പോഴും അബ്സല്യൂട്ട്ലി പോലീസ് ക്ലൂലെസ് ആണ് ഇയാൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ. എന്താണ് ഈ പോലീസ് പട്ടി ഓടി കുളത്തിന് അവിടെ വരെ പോയി. അപ്പോൾ സ്കൂബ സംഘം ഇറങ്ങിയ അവിടെ കുളത്തിൽ നോക്കുന്നു. ഇയാൾ മലയുടെ മുകളിലോട്ട് കയറിപ്പോയിട്ടെന്ന് ആരോ പറഞ്ഞു. ഉടനെ പോലീസ് മലയുടെ മുകളിലോട്ട് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് ഈ സമയം വരെയും ഇല്ല. ഒരാളെ വെട്ടിക്കൊന്ന് ജാമ്യത്തിലിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് 2 പേരെ കൂടി വെട്ടിക്കൊന്ന പ്രതി ഇപ്പോഴും നമ്മുടെ ഈ സംവിധാനങ്ങൾ അത്രയും വലവിരിച്ച് പരമാവധി ശ്രമിക്കുമ്പോഴും എങ്ങനെയാണ് ഇയാൾക്ക് ഇപ്പോഴും പോലീസിനെ കാണാമറയത്ത് തുടരാൻ പറ്റുന്നത്? ജോർജ് ജോസഫ്, ഇന്നലെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. കേരളത്തെ നടുക്കിയ ആ കുട്ടികളുടെ കരച്ചിൽ വളരെ സങ്കടകരമായിട്ട് നമുക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഇതിനെന്താണ് ഒരു പ്രതിവിധി? കാരണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് എല്ലാവരും പറയുന്നു. ശരിയാണ്. ഇപ്പോൾ SHOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു മർഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മാത്രമല്ല, ഗ്രേവ് ക്രൈമാണ് അത് DYSP SP ആണ് അത് സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഇവിടെ അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? താഴെയുള്ള SHOയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാൽ അവരെ രണ്ടുപേരെ അത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. കാരണം ഒരു കൊലപാതകം കഴിഞ്ഞ് അയാളെ അവിടെ യഥേഷ്ടം കൊടുവാൾ കൊണ്ട് ആ വീടിൻ്റെ പരിസരത്ത് കഴിഞ്ഞ 2 മാസമായിട്ടുണ്ടായിരുന്നു. ഇവനെ ആ കൊല്ലും എന്ന് പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞിട്ട് കൊടുവാളുമായിട്ട് നടക്കുന്നവനെതിരായിട്ട് SHO ചെയ്തില്ലെങ്കിൽ DYSP SP എന്താണ് ചെയ്യേണ്ടത്? ഇവർക്ക് എന്താണ് അവിടെ പണി? അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്താൽ ഒക്കില്ല. അവരെ 3 പേരെ സസ്പെൻഡ് ചെയ്ത് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഗ്രേവ് ക്രൈമാണ്. ആ ഗ്രേവ് ക്രൈമിലെ പ്രതി ആ വീടിൻ്റെ മുന്നിൽ കൊടുവാളുമായിട്ട് നടക്കുന്നെന്നുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടിയ ഇൻ്റലിജൻസ് അത് അവരെ അറിയിക്കണ്ടേ? അല്ലെ അവർ രണ്ടുപേരും അതിന് നടപടിയെടുക്കണ്ടേ? അവർ ചെയ്തില്ലല്ലോ. പിന്നെ നമ്മൾ ഈ SHOയെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? സൂപ്പർവൈസറി ലാപ്സസ് 2 പേരെ ഉണ്ടായി. അതവർ അതുകൊണ്ട് അതിലൂടെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒരു കുടുംബം മുഴുവൻ അനാഥമായില്ലേ? അമ്മയെ കൊന്ന് നിന്ന കേസിനകത്ത് ഇപ്പോൾ ആ കൊച്ചിൻ്റെ പിതാവിനെ വല്യമ്മയും കൊന്നു കളഞ്ഞു. ഇത് കേരളത്തിൽ കേട്ടിട്ടില്ല. നമ്മൾ ഞടുങ്ങിയിരിക്കുകയാണ്. പോലീസ് നിശേഷം പരാജയപ്പെട്ടിരിക്കുന്നത്. പോലീസിനെ അടച്ചാക്ഷേപിക്കുകയല്ല, കഴിവില്ലാത്തവരാണത്. ഇതിനകത്ത് ഇനിയും പല കാര്യങ്ങളും പോലീസ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇയാൾ ആ കുടുംബം മുഴുവൻ നശിപ്പിക്കാനുള്ളൊരു സൈക്കിക്കായിട്ട് മാറിയിരിക്കുകയാണ്. അമ്മയെ കൊന്നു, അപ്പനെ കൊന്നു, വല്യമ്മയെ കൊന്നു. ഈ കുട്ടികളുടെ ജീവൻ അപകടത്തിൽ തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. ഇവൻ എവിടാണ്? പോലീസിന് ഒരു ഐഡിയ ഇല്ല. പോലീസിന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെ കോൾ ഡീറ്റെയിൽസ് വെച്ച് ലൊക്കേറ്റ് അല്ല CCTV ദൃശ്യം വേണം. അല്ലാത്ത അന്വേഷണമൊന്നും പോലീസിന് അറിയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവൻ എവിടാണ്? ഇവൻ എവിടെയുണ്ട്? ഇവിടെ കണ്ടു, ബാംഗ്ലൂർ കണ്ടു, തിരുവമ്പാടി കണ്ടു, അല്ലെങ്കിൽ മലയെ കയറി ഇതൊക്കെ പറച്ചിലല്ലേ ഉള്ളൂ. ഇയാളെ കസ്റ്റഡി എടുത്തില്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവനാണ് ഇനി നോക്കേണ്ടത്. പോലീസ് ശ്രദ്ധിക്കേണ്ടതും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആ കുട്ടികൾക്കാണ്. അത് ആ കുട്ടിക്കും ആ ഭയമുണ്ട്. അത് ഈ അമ്മയെ കൊന്ന ശേഷം ആ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണ് പോയി താമസിക്കുന്നത്. എന്തൊരു രാജ്യമാണ് നമ്മുടെ ഇവിടെ! കാരണം അത് പോലീസ് കൃത്യമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് നമുക്കിതിന് സമാധാനം പറയാൻ ഒക്കില്ല. ആ കൊച്ചുങ്ങളെ ഗവൺമെൻറ് ദയവായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്യണം. അതുങ്ങൾക്ക് 2 പേർക്കും അടിയന്തരമായിട്ട് 18 വയസ്സ് തികയുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ അതിന് 2 പേർക്കും ജോലി കൊടുത്ത് ഒരു വരുമാനം ഉണ്ടാക്കണം. അനാഥരായി കളഞ്ഞ ആ കുടുംബത്തെ പോലീസാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം